ഹായ് ഫ്രണ്ട്സ്, റിഫൂസ് കുക്കിംഗ് ചാനൽ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് സദ്യ സ്പെഷ്യൽ മോര് കറി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതിയതായി ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. മോര് കറി ഉണ്ടാക്കാൻ ഞാൻ കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുമ്പളങ്ങ മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി വേണ്ടത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഇതിലേക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുമ്പളങ്ങ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കി കറിയുടെ പാത്രം അടുപ്പിലേക്ക് വെച്ച് ഒന്ന് മൂടി വെക്കാം. ഒരു 15 മിനിറ്റ് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ അരച്ചെടുക്കണം. അതിനായി കുറച്ച് തേങ്ങ ഞാനിതാ ഇവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളി, നല്ല ജീരകം, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, കുറച്ച് വെള്ളം, തൈര് എന്നിവ ചേർത്ത് അടിച്ചെടുക്കണം. അപ്പോൾ തേങ്ങ ഞാനിത് അവിടെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് കറി എന്തായെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ കുമ്പളങ്ങയുടെ വേവ് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് എല്ലായിടത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഗ്യാസുമെന്ന് ഞാൻ ഈ പാത്രം ഇറക്കി വെക്കാം കേട്ടോ. എന്നിട്ട് ഇവിടെ വറവിടാനുള്ള പാത്രം വെച്ച് കൊടുക്കാം. ഇനി ഇവിടെ ഞാൻ വറവിടാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാൻ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടുന്ന സമയത്ത് ഇതിലേക്ക് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്കിത് നേരെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ മോര് കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ കറി ചോറിൻ്റെ കൂടെ കൂട്ടി തിന്നാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് മാത്രം മതി. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇത് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നത് വരേക്കും ബായ്.